ഈ ക്ഷേത്രത്തിന്റെ ഭൗതികമായ അന്തരീക്ഷം ഏറ്റവും മെച്ചപ്പെട്ടതാക്കുന്നതിന് വേണ്ടി ക്ഷേത്ര സമിതിയിലെ ഞങ്ങൾ കുറച്ച് പാവങ്ങളായ ആളുകളോടൊപ്പം അതിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ശ്രീ വിനായക എസ് അജിത് കുമാറിന്റെ വലിയ സംഭാവനകളാണ് ഈ ക്ഷേത്രത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ഭഗവാൻ മഹാദേവൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ കർത്തവ്യം ഇവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. 3 മലയാള സിനിമയിലെ 3 താരങ്ങളെ ഒരുമിച്ച് കാണാൻ ഈ കൊട്ടാരക്കര ഈ മഹാദേവന്റെ മണ്ണിൽ ഒരുമിച്ച് കാണാൻ നിങ്ങൾക്കെല്ലാം ഒരു അവസരം ഉണ്ടായി. ഇവര് 3 പേരും മലയാള സിനിമയിലെ സിനിമാ താരങ്ങളാണ്, മെയിൻ സിനിമാ താരങ്ങളാണ്. പേജിലും സദസ്സിലിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെയും പണിഞ്ഞടിക്കുന്ന മഹാനഗരികൾ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ അതിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കാൻ ഒരു തവണ ഈ പ്രദേശത്ത് ഇരിക്കുന്ന സമയത്ത് ഇവിടെ പണ്ടൊരു ഓഫീസർ ഉണ്ടായിരുന്നു. അവര് ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ മതിയാക്കി പാടി ചെയ്തപ്പം നമ്മളെ MLA-യും മുൻ മന്ത്രിയായ R. ബാലകൃഷ്ണൻ സാറിനെ ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ സാർ ഇയാളെവിടെത്താണ് ഇയാളെവിടെ ഇരിക്കും. അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസുസാ. അപ്പൊ വാസുസാറിനെ വിളിച്ചു പറഞ്ഞു, സാറ് വാസു, ആ സ്ത്രീയെ കൊണ്ട് ഭയങ്കര ശല്യ, നമ്മളെ പ്രളയം ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരാഴ്ചക്ക് വേണ്ടി അവരോട് സഹമാറ്റം ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് ഈ മഹാദേവ സംഘടനയിൽ എനിക്ക് ഇരിക്കാൻ പറ്റിയത്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഈ യോഗം ഉദ്ഘാടനം ചെയ്യാമെന്ന് നമ്മുടെ മന്ത്രി അറിയാമല്ലോ. എന്നെ മലപ്പുറം കാണുമ്പോൾ എന്റെ ഡോസൊക്കെ സിനിമയിൽ എടുത്തിരുന്നത് അദ്ദേഹം എത്തിച്ചേരാമെന്ന് പറഞ്ഞു. കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു. അതോടൊപ്പം തന്നെ എന്റെ സഹോദരങ്ങളായ ജോർജ് ഉണ്ണി വളരെ കഷ്ടപ്പെട്ട് കൊച്ചിയിൽ ഇവിടെ വരെ ഈ പരിപാടിക്ക് വേണ്ടി വന്നു. ഒരിക്കലും അവരോടുള്ള കടപ്പാട് ഞാൻ മറക്കത്തില്ല. അതേപോലെ നമ്മളെ അനിയമ്മൻ, നമ്മളെ NSS താലൂക്ക് സെക്രട്ടറി അനിയമ്മൻ അരങ്ങാവുന്ന പണിക്കാവ് മഹാദേശത്തിന് നല്ല പ്രസിഡന്റാണ്. ഒരുപാട് പ്രസിഡന്റ് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്റെ മുതലുള്ള പ്രദേശങ്ങൾ ഈ ദേവസ്വം ബോർഡിന്റെ ഓഫീസറായ വിനോദകുമാർ സാർ അവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതിന് പുറത്താണ് ഇത്ര നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റിയത്. അതോടൊപ്പം തന്നെ നമ്മളെ ബാക്കി ഇരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളും ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വളരെ സങ്കടമുണ്ട്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ശിവരാത്രി സമയത്ത് പറഞ്ഞ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മെമ്പർ പറഞ്ഞു 65 ലക്ഷം രൂപ പണിയാറ്റിക്കുന്ന മഹാദേവ ക്ഷേത്രത്തിൽ ചെലവാക്കിയത്. എവിടെ ചെലവാക്കിയത് എനിക്കറിയില്ല. ഒരു 3-3.5 കോടി രൂപ എന്റെ കയ്യിൽ ചെലവാക്കിയിട്ടുണ്ട്. എന്റെ സ്വന്തം പൈസ, ഞാൻ കഷ്ടപ്പെട്ട പൈസ എടുത്ത് ചെലവാക്കി. നീ കൊടിമരം ചെയ്യണമെങ്കിൽ ഒരു 2 കോടിയോ മെയ് മാസത്തോടുകൂടി കൊടിമരത്തിന്റെ കളക്ഷൻ കൂടി ചെയ്യണമെന്നാണ് തന്ത്രി കണ്ട് സംസാരിച്ചത്. ചെയ്യും. അതോടുകൂടി ഉപദേശ സ്ഥാനത്ത് ഇറങ്ങും. കാര്യം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിന് പരിസമതി ഉള്ള ജോലി എന്ന് പറഞ്ഞാൽ വലിയ ബാലിശമായ ജോലിയാണ്. അത് എന്നെപ്പോലൊരു വ്യക്തിക്ക് കൊണ്ടുനടക്കാൻ വലിയ പാടാണ്. അപ്പൊ സന്തോഷം കൂടുതൽ നീട്ടുന്നില്ല. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരും സ്നേഹവും സന്തോഷമുണ്ട്. അത് യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏറെ സ്നേഹിക്കുന്ന, എന്റെ സഹോദരത്തിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഇവിടുത്തെ നമ്മളെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി, അദ്ദേഹം ദേവസ്വം ബോർഡ് മന്ത്രിയാണ്. സത്യം പറയാം, ഈ ദേവസ്വം ബോർഡ് വിളിച്ചത്
പ്രിയപ്പെട്ട ഗണപതി ക്ഷേത്രത്തിൻ്റെ ഉപദേശ സമിതി പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ, വേലങ്കര ക്ഷേത്രത്തിൻ്റെ ഉപദേശ സമിതി പ്രസിഡന്റും NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ അനിൽകുമാർ, ശ്രീ CP ദിനേശ് ചന്ദ്രൻ നായർ, ശ്രീ ചിറയത്ത് അജിത് കുമാർ, ശ്രീ വിനോദ് കുമാർ, ശ്രീ രാജേഷ് ബാബു, ഈ വേദിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന ഉപദേശ സമിതിയുടെ അംഗങ്ങൾ, ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ, തിരുവുത്സവത്തിന്റെ ഉദ്ഘാടന ദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഭക്തജനങ്ങളെ, സുഹൃത്തുക്കളെ, ഈ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ അത്യധികമായ സന്തോഷമുണ്ട്. കാരണം ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സന്തോഷം. സാധാരണ നമ്മൾ പ്രസംഗം തുടങ്ങുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ പറയുന്നതായിരിക്കും. അതല്ല, ഞാൻ കൊട്ടാരക്കരയിലാണ്, നിങ്ങൾക്കറിയാം. വളർന്നതും പഠിച്ചതും എല്ലാം കൊട്ടാരക്കരയാണ്. എൻ്റെ അമ്മ ഗണപതി അമ്പലത്തിലേക്കും മഹാദേവ ക്ഷേത്രത്തിലേക്കും എന്നെ പറഞ്ഞയക്കുമായിരുന്നു. പൂമാല കെട്ടി അമ്മ തരും, അത് കൊണ്ടുപോയി കൃഷ്ണൻകോവിലിൽ കൊടുക്കണം. അവിടെ വലിയ ആൾക്കൂട്ടമൊന്നും കാണില്ല. ഗണപതി അമ്പലത്തിൽ നല്ല തിരക്കായിരിക്കും, ഇവിടെയും നല്ല തിരക്കായിരുന്നു. ഗണപതി അമ്പലത്തിൽ പോകുമ്പോൾ കുറച്ചുകൂടി തിരക്കുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് കൂടുതൽ വരാൻ ഇഷ്ടം ഈ അമ്പലത്തിലായിരുന്നു. അമ്മയുടെ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ മിക്കവാറും എല്ലാ വിവാഹങ്ങളും നടക്കുന്നത് ഈ ക്ഷേത്രത്തിൽ, ഗണപതി അമ്പലത്തിൽ വിവാഹം നടത്താറുണ്ട്. കൊട്ടാരക്കരയിലെ ഒരുവിധം എല്ലാ വിവാഹങ്ങളും ഒരു കാലത്ത് ഈ ക്ഷേത്രത്തിന്റെ നടയിലുള്ള ഈ മണ്ഡപത്തിലാണ് തടി വിരിച്ച് മുണ്ട് കുറച്ച് അതിനകത്താണ്. മിക്കവാറും അല്ല, ഇവിടെ ഇരിക്കുന്ന മുതിർന്ന പലരുടെയും വിവാഹം നടന്നിട്ടുള്ളത് ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ, മഹാദേവന്റെ മുന്നിലാണ്. കാരണം ഗണപതിയുടെ അമ്പലത്തിൽ വിവാഹം പാടില്ല എന്നൊരു ചിന്തയുണ്ട്. ഗണപതി അവിവാഹിതനായതുകൊണ്ടായിരിക്കാം അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം കുറെ കാലങ്ങൾക്ക് ശേഷമാണ്, ഞാൻ സിനിമാ നടനൊക്കെ ആയി പോയതിന് ശേഷമാണ് ഗണപതി അമ്പലത്തിൽ ഗണപതിയുടെ മുമ്പിൽ ഒരു മണ്ഡപം ഉണ്ടാവുന്നു, അല്ലെ പാർവതി ദേവിയുടെ മുമ്പിൽ ഒരു മണ്ഡപം ഉണ്ടാവുന്നു. അവിടെ വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാലും അത്ര അധികം ഒന്നും നടത്തിയിട്ടില്ല. കാരണം എല്ലാ വിവാഹങ്ങളും ഇവിടെയായിരുന്നു നടന്നിരുന്നത്. ഇവിടെ നല്ല പഴയ ഒരു സത്യാലയം ഇവിടെ ഉണ്ടോന്ന് അറിയുന്നത്. ഞാനിവിടെ വന്നിട്ട് ഒരുപാട് വർഷമായി. വരാത്തതിന് കാരണമാണ് ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ നല്ലൊരു മണം, തുളസിയുടെ മണം. എൻ്റെ ഓർമ്മയിൽ ഇന്നും ഒരു ക്ഷേത്രത്തിനുള്ളിൽ കയറുമ്പോൾ ഞാൻ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ മാത്രമേ അത്തരത്തിലൊരു ഗന്ധം സുഖിച്ചിട്ടുള്ളൂ. തുളസിയുടെ ഗന്ധം, കർപ്പൂരത്തിൻ്റെ, നല്ല തിരിയുടെയൊക്കെ നല്ല മണം, വല്ലാത്തൊരു മണം ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്നു. അന്ന് വലിയ തിരക്കൊന്നുമില്ലെങ്കിലും ഒരുപാട് ഭക്തജനങ്ങൾ അവിടെയും വരുവാനും. ഈ ക്ഷേത്രം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം പോലെ തന്നെ വിശ്വപ്രസിദ്ധമായ ഒരു ക്ഷേത്രം തന്നെയാണ്. ഐതിഹ്യമാലയിൽ ഈ ക്ഷേത്രത്തെ കുറിച്ച് പരാമർശിക്കുന്നത് ഇത്രയും ഏറ്റവും കൂടുതൽ ഭക്തി സാന്ദ്രമായി തോന്നും. ഗണപതി അമ്പലത്തിൽ വലിയ തിരക്കൊക്കെയുള്ള കാലത്തും ഇവിടെ ഭക്തി സാന്ദ്രമായി തോന്നുന്ന അന്തരീക്ഷം, ഒരു ശാന്തത. നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു ഭയങ്കര മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെയുള്ള ഒരു ശാന്തത. ഇപ്പൊ വിവേകാനന്ദ പാറയിൽ പോയി വിവേകാനന്ദ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശാന്തതയുണ്ട്, നിശബ്ദതയും ഒരു ശാന്തതയും. ആ ശാന്തത ഈ ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രം വളരെ ഒരു ആത്മീയമായ അനുഭൂതി നൽകുന്ന ഒരു ക്ഷേത്രമായിരുന്നു. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഞാനിവിടെ വരുന്നത് ഇതുപോലെ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കുന്നത്. അവിടെയാണ് എൻ്റെ സന്തോഷം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഈ ക്ഷേത്രത്തിൽ ഞാൻ വരുന്നത് ഇതിന്റെ തൊട്ടങ്ങോട്ട് ഈ അയ്യപ്പൻ്റെ അടുത്തായിട്ട് ഒരു ചെറിയ സ്റ്റേജാണ്. അതുപോലെ വലിയ സ്റ്റേജ് ഒന്നുമല്ല, ഒരു ചെറിയ സ്റ്റേജാണ്. എനിക്ക് ഓർമ്മ അന്നത്തെ ദേവസ്വം ഉപദേശ സമിതി പ്രസിഡന്റും സെക്രട്ടറിയും കുറച്ച് ഭാരവാഹികളും ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരുണ്ട് ആ സ്റ്റേജിൽ. സത്യത്തിൽ അന്ന് സങ്കടം തോന്നി. കാരണം ഈ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെല്ലാം ലംഘിക്കപ്പെട്ട് ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവും ഈ ക്ഷേത്രത്തിന്റെ ഘടനയും എല്ലാം മാറ്റിക്കൊണ്ട് കുറെ വികസന പ്രവർത്തനങ്ങൾ ദേവസ്വം ബോർഡ് നടത്തി. ആരൊക്കെയോ വന്നവർ മാറി മാറി ഇങ്ങനെ പല കാര്യങ്ങളും. ഇവിടെ ഒരു സത്യാലയം അകത്തുണ്ടാക്കി വെച്ചു. ഇവിടെ ഒരു ട്രഷറിയാണ് ഉണ്ടായിരുന്നത്, ദേവസ്വത്തിന്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്നത്. എപ്പോഴുണ്ടോന്ന് അറിയില്ല, അവിടെ ഉണ്ടായിരുന്നത്. ഇതെല്ലാം മാറ്റിമറിച്ചു. ക്ഷേത്രത്തിന്റെ പൂജയും ഐശ്വര്യവും എല്ലാം നഷ്ടപ്പെട്ടു ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നു. ഞാൻ കണ്ട കാഴ്ച, ഇവിടെ ഒരു അനമതിലുണ്ടായിരുന്നു. ഇവിടെ ഒരു കൽമണ്ഡപം, അതാണ് ഈ ഐതിഹ്യമാലയിലേക്ക് പറയുന്ന ഗോശാല. അതിനിപ്പോ അതൊരു കൽമണ്ഡപമുണ്ട്. ഈ സ്റ്റേജ് ഇങ്ങനെ ഇരിപ്പുണ്ട്, ചെറിയ സ്റ്റേജാണ്. ഈ മതിലിൽ രണ്ട് മദ്യപാനികൾ അടിച്ചിട്ടിരിപ്പുണ്ട്. മണൽത്തരി അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മണൽത്തരിയെ നോക്കി പ്രസംഗിച്ച ജീവിതത്തിലെ ആദ്യത്തെ അവസാനത്തെ പ്രസംഗം ഈ സ്റ്റേജിന്റെ മുന്നിലായിരുന്നു. ഇന്ന് ഇത്രയും ആളുകൾ സിനിമ നടന്മാരെ കാണാനുള്ളതുണ്ട്, നവ്യനായരുടെ മനോഹരമായ ഡാൻസ് വരുന്നുണ്ട്, ഇതൊക്കെ വേറെ കാര്യം. പക്ഷെ എങ്കിലും ഇപ്പോഴത്തെ ഉപദേശ സമിതി അജിത്തിന്റെ നേതൃത്വത്തിൽ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ക്ഷേത്രത്തിൽ വന്ന മാറ്റം
ആത്മീയമായ പുരോഗതി, ഭൗതികമായ പുരോഗതിയിലൂടെ കൈവരിച്ച ആത്മീയ പുരോഗതിയുണ്ട് ഈ ക്ഷേത്രത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഈ വെള്ളമതിൽ, നടുക്കുള്ള മതിൽ രണ്ട് മദ്യപാനികൾ സുഖമായിട്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ ഒരാള് ഈ പ്രദേശത്തില്ല. അത് കണ്ട എനിക്ക് ഇന്ന് നിങ്ങളെ എല്ലാവരോടും കാണുമ്പോൾ അത്യധികമായ സന്തോഷമുണ്ട് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട്. അതാണ് സന്തോഷത്തിന്റെ രഹസ്യം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഭക്തിയോടെ വിശ്വസിച്ചിരുന്ന ഒരു ക്ഷേത്രം, ആരാധിച്ചിരുന്ന ഒരു ക്ഷേത്രം, ആത്മീയമായ വലിയ അന്തരീക്ഷം, നമുക്ക് ഇരുന്ന് അകത്ത് കയറി ഇരുന്നാൽ വേണമെങ്കിൽ അവിടെ സൈഡിൽ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്ന ശാന്തതയുള്ള ആ ക്ഷേത്രം, അതിന്റെ എല്ലാ ഐശ്വര്യങ്ങളും നശിച്ചു കിടക്കുന്നതാണ് പിന്നെ കണ്ടത്. പക്ഷെ ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇതിലേക്ക് കടന്നു പോകുമ്പോഴൊക്കെ ഞാൻ അത്ഭുതത്തോടെ സന്തോഷത്തോടെ പറയുന്നത്, ഈ ക്ഷേത്രം എല്ലാം കൊണ്ടും പുരോഗമിച്ചു. ഇതിന്റെ ചുറ്റുമുള്ള വിളക്കുകൾ മുഴുവൻ പിത്തള പൊതിഞ്ഞ് അതിമനോഹരമാക്കി, ക്ഷേത്രത്തെ ഏറ്റവും ഐശ്വര്യപൂർണ്ണമാക്കി, ആചാരങ്ങൾ അനുസരിച്ച് പൂജകളും ഒക്കെ ചെയ്യാൻ തുടങ്ങിയ ഒരുപാട് ഭക്തജനങ്ങൾ വരുന്ന ഒരുപക്ഷെ ഏറ്റവും വലിയ ആഘോഷം. കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ തത്തുല്യമായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ, സ്വർണ്ണ കൊടിമരം ഉണ്ടാക്കാൻ ഒക്കെ കഴിയുന്നു എന്ന് പറയുന്നത് 2 കോടി രൂപ മേടിച്ച് സ്വർണ്ണ കൊടിമരം ഉണ്ടാക്കാൻ അജിത്തിന്റെ നേതൃത്വത്തിൽ. അജിത്ത് വലിയ ഭക്തനാണെന്ന് എനിക്കറിയാം. അജിത്ത് വലിയൊരു ഭക്തൻ, വലിയൊരു ദൈവവിശ്വാസിയാണ്, ഭയങ്കര ഈശ്വര ഭക്തനാണ്. ആ ഭക്തി ഈ ഒരു മഹാദേവന്റെ മണ്ണിൽ, ഈ ഒരു ക്ഷേത്രത്തിൽ അജിത്തിനെ ഈ ഒരു ഉപദേശസമിതിയുടെ പ്രസിഡന്റായി എടുക്കുകയും അതിന്റെ തുടക്കത്തിലുള്ള കാര്യങ്ങളൊക്കെ അച്ഛനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അച്ഛന്റെ ഒരു വാത്സല്യ പുത്രനായിരുന്നു അജിത്ത്. മരിക്കുന്നവരെയും അജിത്ത് അച്ഛനോട് വലിയ സ്നേഹം, എന്റെ അച്ഛനോട് അത്രയും സ്നേഹം കാണിക്കുന്നതുകൊണ്ട് അജിത്തിനോട് എനിക്ക് ഇത്രയും സ്നേഹം, അച്ഛനോട് അത്ര വലിയ സ്നേഹം അജിത്തിനുണ്ടായിരുന്നു. അച്ഛനും അതുപോലെ സ്നേഹമുണ്ടായിരുന്നു. അതിന് ആദ്യ സിനിമ എടുക്കുമ്പോൾ തിരക്കഥ കൊണ്ടുവന്ന അച്ഛനെ കൊടുത്തിട്ട് അച്ഛനാണ് ഇത് സംവിധായകന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്, കൊട്ടാരക്കര വീട്ടിൽ വെച്ച്. അപ്പൊ അത്രത്തോളം അജിത്ത് അച്ഛനെ സ്നേഹിച്ചിരുന്നു. അപ്പം ആ ഒരു സ്നേഹം എന്നോടുമുണ്ട്. ഞാൻ വളരെ സന്തോഷമുണ്ട്. ഈ ചെങ്ങറ അതുപോലെ തന്നെ അജിത്തിന്റെ കൂടെ നിന്നൊരു സുഹൃത്തായി നിന്നുകൊണ്ട്, ചെങ്ങറ നമ്മുടെ MP ആയിരുന്നു, വളരെയധികം നമ്മൾ സ്നേഹിച്ചിട്ടുള്ള ചെങ്ങറ സുരേന്ദ്രൻ ഈ ഒരു ഭഗവാന് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ചു എന്നതിൽ എനിക്ക് അധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് ചില ദോഷങ്ങളൊക്കെ അയാൾക്ക് ചിലപ്പോൾ പറ്റും രാഷ്ട്രീയത്തിലേക്ക്, പക്ഷെ അധികം കാര്യമൊന്നുമില്ല. ഈ മഹാദേവന് വേണ്ടി ചെങ്ങറ സുരേന്ദ്രൻ നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എങ്കിൽ പോലും അദ്ദേഹം ദൈവവിശ്വാസിയായി ക്ഷേത്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളൊരു ടീമായിട്ട്, അജിത്തിന്റെ നേതൃത്വത്തിൽ നല്ലൊരു ടീമായി ഒരുമിച്ച് വിളക്ക് എത്തിച്ചെന്ന് പറഞ്ഞു, നമ്മളൊരു ടീമായി നിങ്ങളെന്ന് അജിത്ത് തന്നെ പറഞ്ഞു. ആ ഒരു ടീമായി നിൽക്കുന്നതിന്റെ ഒരു സന്തോഷം, അതിന്റെ ഒരു നന്മ നമുക്ക് കാണാം. ഈ ക്ഷേത്രത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്, ഈ ക്ഷേത്രത്തിന്റെ പുരോഗതി ഒരു നാടിന്റെ പുരോഗതിയാണ്, ഒരു നാടിന്റെ വളർച്ചയ്ക്കാണ്. നമ്മൾ ആത്മീയമായ വളർച്ച, ഈ ക്ഷേത്രത്തിൽ ഉണ്ടാകുന്ന ഭൗതിക മാറ്റങ്ങൾ, ആത്മീയമായി ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഈ പ്രദേശത്തെ എല്ലാവർക്കും നന്മ വിതയ്ക്കും. പടിഞ്ഞാറ്റിൻകര ഭാഗത്തേക്കുള്ള ആളുകളുടെ മനസ്സിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഈ ക്ഷേത്രത്തിന്റെ ഉയർച്ച, ഇതിന്റെ ആത്മീയ ചൈതന്യം വീണ്ടെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് നന്നായിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. ഒരു ക്ഷേത്രത്തിലെ ആചാരങ്ങൾ കൃത്യമായി, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഒരു അഭൂതപൂർവമായ ശക്തിയുണ്ട് നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ. കാരണം അതിന്റെ കാര്യം വെച്ചാൽ അവിടുത്തെ ആചാരങ്ങൾ കൃത്യമായി പാലിക്കും. ആചാരങ്ങൾ പാലിക്കുന്നതിനെ പലരും വിമർശിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം എന്ന് പറയുന്നത് സയന്റിഫിക് ആയിട്ട്, ഗുരുവായൂർ ദേവസ്ഥയിൽ ഇരുന്ന ആളാണ് ചെങ്ങറ സുരേന്ദ്രൻ. സയന്റിഫിക്കായി പറഞ്ഞാൽ അത് പാതാള അഞ്ജനം, ആന്റിമണി എന്ന് പറയുന്ന ഒരു മെറ്റലാണ്, കാർബണിന്റെ ഒരു വകഭേദമായിട്ടുള്ള ഒരു സാധനം. അതിന്റെ വിഗ്രഹം ഉണ്ടായിരുന്നത് അങ്ങനെയാണ്. അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. നമ്മൾ പല യൂട്യൂബ് വീഡിയോയിലെ കണ്ട് വെള്ളത്തിലേക്ക് ഒരു കല്ലെടുത്തറി അത് പൊങ്ങിക്കിടക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ശിലയാണ് ഭഗവാന് വിഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. എന്തുണ്ടാക്കിയതാണ്? ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണന്റെ അച്ഛൻ വസുദേവർ പൂജിച്ചിരുന്ന വിഷ്ണു വിഗ്രഹമാണ് ഗുരുവായൂർ പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് പറയുന്നത്. ആ മെറ്റൽ ഇന്ന് ആ ഒരു അതിനെ പല ചില കോറലുകളും പൊട്ടലുകളും ഉണ്ടായാൽ റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം കരിങ്കലിലുള്ള ഒരു വിഗ്രഹമല്ല. ആ വിഗ്രഹത്തിന്റെ പ്രത്യേകത അത് കാർബണാണ്. സയന്റിഫിക്കായി പറഞ്ഞാൽ നമ്മുടെ എല്ലാ നെഗറ്റീവ്നെസ്സും, നമ്മുടെ എല്ലാ ഇംപ്യൂരിറ്റീസും അതിന് വലിച്ചെടുക്കുക. അന്തരീക്ഷത്തിലുള്ള ഇംപ്യൂരിറ്റി പോലും ഈ ചുറ്റുമുള്ള അതുപോലും വലിച്ചെടുക്കാനുള്ള അത്യപാരമായ പവർ ഉള്ളതാണ്. ഇത് 1000 അടിയോളം ഭൂമിക്കടിയിൽ 1500 അടിയൊക്കെ പോയിട്ട് അവിടെ മാത്രം ഖനനം ചെയ്താൽ കിട്ടുന്ന ഒരു സാധനത്തിലാണ് ഈ വിഗ്രഹം ഉണ്ടാക്കിയത്. അതുകൊണ്ട് കുഞ്ഞ് ക്ഷേത്രത്തിനുള്ളിൽ മൂത്രം ഒഴിക്കുകയോ ഛർദ്ദിക്കുകയോ അങ്ങനെ ചെയ്താൽ ഉടൻ തന്നെ എല്ലാ ആചാരങ്ങളും, രാവിലെ മുതൽ എല്ലാ അഭിഷേകങ്ങളും വീണ്ടും ചെയ്യുന്നതിന്റെ കാര്യം അത് ആചാരം മാത്രമല്ല, അതിലൊരു സയൻസ് കൂടിയുണ്ട്. കാരണം അവിടെ ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള മാലിന്യം, ആ മാലിന്യത്തിന്റെ ഇതുപോലും അത് വലിച്ചെടുക്കും. ഇത് അന്ന് തൃശ്ശൂർ പൂരം നടത്താൻ വേണ്ടി ആന ഉടമസ്ഥന്മാരുടെ നേതാവ് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യാൻ പോയാലാണ് ഞാൻ അന്ന് ഇത് മുടക്കുന്നതിന് വേണ്ടി ചോദിച്ചത്. ഒരു കോട കെട്ടി ആനയുടെ ഒരു പടം വെച്ചിട്ട് അതിന്റെ പുറകെ ഇന്ന് കുട മാറ്റിയാൽ പോലെ എന്ന് ചോദിക്കുന്ന അത്തരം ബുദ്ധികൾ ഈ ഞാൻ പറഞ്ഞ ഈ ഉത്സവത്തിന്റെ, ഈ ആഘോഷങ്ങളുടെ, ഈ തിരു ഉത്സവങ്ങളുടെ മഹത്വത്തെ, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി വരുന്ന ഇത്തരം പരിപാടികളെ മറക്കുന്നവരാണ്. അവർക്ക് അവരുടെ പേര് പത്രത്തിൽ വരുന്ന അതിനപ്പുറത്തേക്ക് മറ്റൊന്നില്ല.
അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ വന്ന പുരോഗതി, ഈ ക്ഷേത്രത്തിൽ വന്ന പുരോഗതി അത് ക്ഷേത്രത്തിലുണ്ടായ മാറ്റം മാത്രമല്ല, ഈ പ്രദേശത്തെ ആത്മീയമായ പുരോഗതി തന്നെയാണ്. ഭക്തരായി വരുന്ന ആളുകളുടെ മനസ്സിൽ സന്തോഷമാണ്, അവരെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാണ്. അജിത്ത് ഒരുപാട് ഭക്തനാണെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറയുകയാണ്, നിങ്ങളെ ദൈവം ഭഗവാന്റെ ഒരു വലിയ അനുഗ്രഹവും കൃപയും നിങ്ങൾക്കുണ്ടാകും. കാരണം ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയതല്ല. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അതിലിരുന്ന രണ്ടുപേരെ കുറിച്ച്. അവിടെ നിന്ന് ഇന്ന് ഇത് വലിയൊരു മഹാക്ഷേത്രം എന്ന നിലയിൽ പഴയ ആ പ്രൗഢി വീണ്ടെടുക്കാൻ കഴിഞ്ഞതിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. ഈ ജനങ്ങളെല്ലാവരും നിങ്ങൾ കൈയടിയോടെ അവരെ അഭിനന്ദിക്കണം. കൈയടി അവർക്കാണ്. കാരണം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഒരു സ്വർണ്ണ കുടിവരമടക്കം കോടാനുകോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ അമ്പലത്തിൽ കൊണ്ടുവന്ന് ഈ അമ്പലത്തിന്റെ മുഖച്ഛായ മാറ്റി. പലപ്പോഴും ദേവസ്വം ബോർഡ് അനുവാദം കൊടുക്കാനൊക്കെ മടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് നമ്മുടെ ക്ഷേത്രങ്ങൾ പലതും ഇതിനേക്കാൾ വേഗത്തിൽ വളരുന്നതായിരിക്കും. അതിനെപ്പറ്റി ഞാൻ ഇവിടെ പറയുന്നില്ല, അത് പറയാൻ വേറെ സ്ഥലമുണ്ട്. ഇവിടെ ഞാൻ പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതിനെക്കുറിച്ചൊക്കെ എനിക്ക് അഭിപ്രായമുണ്ട്. ദേവസ്വം ബോർഡിനെ കുറിച്ചല്ല, ദേവസ്വം ബോർഡ് നടക്കുന്ന പ്രവൃത്തികളെ കുറിച്ച് എനിക്ക് അഭിപ്രായമുണ്ട്. അത് പിന്നെ പറയാം, അതിപ്പോൾ പറയുന്നില്ല, അത് പറയുന്നത് ശരിയല്ല. ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ അത്തരം കാര്യങ്ങൾ പറഞ്ഞ ഒരു വിവാഹത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് സന്തോഷം. ഈ നാട്ടുകാരൻ കൂടിയായി എനിക്ക് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഒരു പ്രൗഢി വീണ്ടെടുത്തതിലുള്ള അത്യധികമായ സന്തോഷം നിങ്ങളോടൊപ്പം ഞാനും പങ്കുചേർന്നുകൊണ്ട് നമ്മുടെ ഈ തിരു ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം നിങ്ങൾ എവിടെ അനുവാദത്തോടെ ഭഗവാന്റെ അനുഗ്രഹത്തോടെ നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്തോഷം. ഇത്രയും നല്ലൊരു അവസരത്തിൽ ഞങ്ങളൊക്കെ വിളിച്ചതിൽ. ഞാൻ ഒറ്റപ്പാലമാണ്, ഞാൻ തൃശ്ശൂരാണ്. അപ്പം അല്ലേ, ഒറ്റപ്പാലം കണക്ഷനുള്ളതാണ്. ഇപ്പം ഉത്സവങ്ങളുടെയും ഒത്തുചേരലിൻ്റെയും ഒക്കെ ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ചെറുപ്പത്തിൽ ആസ്വദിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിൻ്റെ സ്നേഹത്തിലും സന്തോഷത്തിലൊക്കെ വളരാൻ പറ്റിയിട്ടുണ്ട്. അത് ഈ ഒത്തുകൂടൽ എന്നും എല്ലാ വർഷവും ഈ സ്നേഹമൊക്കെ നിലനിൽക്കട്ടെ. ഇങ്ങനെ കാണുന്നതിൻ്റെ സന്തോഷം. സിനിമ എന്നുള്ളൊരു മോഹം സ്കൂളിൽ പഠിക്കുമ്പോൾ തോന്നി. അതിൻ്റെ പിന്നാലെ യാത്ര ചെയ്ത് ദൈവാനുഗ്രഹം കൊണ്ട് ഗുണം വരെയൊക്കെ എത്തി. നിങ്ങൾ തന്ന പ്രോത്സാഹനത്തിനും ഇപ്പോൾ ഞാൻ ചെയ്ത പടത്തിലെ വേഷത്തിൻ്റെ പേര് പറഞ്ഞ് എന്നെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഇതൊക്കെയാണ് സന്തോഷം. ഇത്രയൊക്കെ ഉള്ളൂ, ശരിക്കും ഇത്രയൊക്കെ തന്നെ ജീവിതമുള്ളൂ. അപ്പോൾ സന്തോഷം. എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി. എന്നെ ഞാൻ ഇവിടെ വരാൻ കാരണമായിട്ടാണ് എനിക്ക് എന്താ പറയുക, എൻ്റെ വളരെ അടുത്ത ബന്ധമുള്ള ചേട്ടനാണ്. പിന്നെ ഞാൻ സിനിമ മനസ്സിൽ നമ്മൾ നല്ല സിനിമയാണ് ഇത് എന്ന് തോന്നി തുടങ്ങിയ സമയത്തൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ കണ്ട ഏറ്റവും മികച്ച സിനിമയിലെ ഹീറോ ആണ് ഇവിടെ ഇരിക്കുന്നത്, ഇരകൾ, ഗണേശേട്ടൻ. അപ്പൊ അത് കാണാത്തവര് ഈ ജനറേഷനിൽ ഉണ്ടെങ്കിൽ കാണണം. കാരണം അത്രയും മികച്ച സിനിമകളിലൊന്ന്. പിന്നെ ഉണ്ണി ആയിട്ട് ഒരുപാട് നാളത്തെ പരിചയമുള്ളതാണ്. ഉണ്ണിയുടെ വളർച്ചയിൽ ഒരുപാട് സന്തോഷിക്കുന്നു. ഉണ്ണി വളരെ കഷ്ടപ്പെട്ട് എന്താ പറയുക, ഒറ്റയ്ക്കൊരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കും. അത് പണിയെടുത്ത് തന്നെയാണ്. അർഹത. ഞാൻ കർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ചെയ്യുന്നതിന്റെ ഇത് കർമ്മത്തിൽ വിശ്വസിച്ചാൽ നമ്മൾ ചെയ്തപ്പോൾ കൂലി കിട്ടുന്നു. ഓക്കെ. അപ്പൊ എന്താ പറയാ, ഇനി വേറെന്താ പറയാ, ഞാൻ പാടി അവിഞ്ഞ പാട്ടാണ്. അതുകൊണ്ട് ഒന്നും തോന്നരുത്. ഒരു പാട്ടേ കസ്റ്റഡിയിലുള്ളൂ. അതുകൊണ്ട് അതിന് എല്ലായിടത്തും പാടും. കുഴപ്പമില്ലല്ലേ? പാടന്റെ പാട്ടിനൊത്ത് കാലം പിടിക്കും പെണ്ണ്, താളത്തിനൊത്ത് നല്ല ചൂട് വെച്ചിരും. പാടത്തിൻ്റോരത്തവളെന്നും ഇരിക്കും തെച്ചി, പൂവ് പറിക്കാനായി മെല്ലെ നടക്കും. പൽക്കാരൻ പയ്യനെ കാണാൻ പാടവരമ്പത്തിനോടത്ത് നിന്ന് ആരുമറിയാതെ അവളൊന്ന് മെല്ലെ നോക്കിയിടും. പിന്നെ പുഞ്ചിരി തൂകിയിടും. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓടക്കൂടെയും എടുത്ത് ഒരുപാട് സന്തോഷം. എല്ലാവർക്കും എല്ലാ ഈശ്വരവും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു.
ഒരിക്കൽ കൂടി എനിക്ക് തന്ന കൈയടികൾക്ക് എല്ലാത്തിനും നന്ദി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് അമ്പലത്തിൽ എത്തിച്ചേരാൻ സാധിച്ചതിൽ. ഗണേശനെ കാണാൻ സാധിച്ചു. ഒരുപാട് എനിക്ക് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ നേരിട്ട് കാണുന്നത്. കഴിഞ്ഞ ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമയിൽ ഇങ്ങനെ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്താണ് ഗണേശൻ. പിന്നെ ജോജു നമ്മുടെ സുഹൃത്താണ്. അജിതേട്ടൻ വളരെയധികം ജ്യേഷ്ഠൻ്റെ സ്ഥാനത്താണ് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാരണം ഇന്ന് ഈ ഉത്സവത്തിനായി ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. നിങ്ങളുടെ സപ്പോർട്ട് കാരണം മാത്രമാണ് ഇത്രയും കാലം സിനിമകൾ ചെയ്യാനും എൻ്റെ സിനിമകളിലൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സന്തോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കത് അത് വ്യക്തിപരമായിട്ടൊരു വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപാട് സന്തോഷം ഇന്ന് ഇവിടെ വരാൻ സാധിച്ചതിലും അമ്പല കമ്മിറ്റി മെമ്പേഴ്സിനും ഭാരവാഹികൾക്കും ഇത്രയും ഗംഭീരമായ ഈ ഉത്സവം സംഘടിപ്പിച്ചതിന് തന്നെ എല്ലാവിധ ആശംസകൾ നേരുന്നു. ഇനിയും വരാൻ സാധിക്കട്ടെ എന്നുണ്ട്. നവ്യ ഇന്ന് ഇവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. എന്നോട് പറഞ്ഞു പെർഫോമൻസ് ഒന്ന് കാണണമെന്ന്. പക്ഷെ ഞാൻ നാളെ രാവിലെ മുംബൈ പോവാണ്. അപ്പം അതുകൊണ്ട് നേരത്തെ ഉണ്ടാകും. പക്ഷെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ വർഷം സിനിമാ തിരക്കുകൾ കാരണം ഇങ്ങനെ വരാൻ സാധിച്ചിട്ടില്ല. അപ്പം ഇന്ന് ഒരുപാട് പേര് ഒരുമിച്ച് കാണുമ്പോൾ തന്നെ എന്തോ പോലെ. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സന്തോഷം വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സിനിമകൾ വിജയിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലാവുക ഓക്കെ സിനിമ ജനുവലി വിജയിച്ചു. ബിക്കോസ് നിങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഇനി വരാൻ പോകുന്ന സിനിമകളും നിങ്ങൾ കാണണം, പ്രോത്സാഹിപ്പിക്കണം. ഞാൻ ഉത്സവങ്ങളില്ലെങ്കിലും ഞാൻ അമ്പലങ്ങളൊക്കെ പോകാറുണ്ട്. ഇവിടെ ഞാൻ വരാം. എനിക്ക് തിക്കും തിരക്കിൻ്റെ ഇടയിൽ ഇന്ന് ഇങ്ങനെ അങ്ങനെ തൊഴാൻ സാധിച്ചില്ല. പക്ഷേ അജിതേട്ടൻ ഇവിടെ ആയതുകൊണ്ട് ഇടയ്ക്ക് വരാം. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഇവിടെ അല്ല എൻ്റെ സിനിമയാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയ സിനിമ. അതുകൊണ്ട് ഞാൻ ആ പടത്തിലൊന്നും അറിയില്ല. എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഈ സപ്പോർട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരാൻ പോകുന്ന സിനിമകളുടെ കൂടെ ഉണ്ടാവണം. ഒരുപാട് നന്ദി. ഇന്നത്തെ ഈ ഉത്സവം ഉദ്ഘാടനത്തിന് എത്താൻ സാധിച്ചത് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മുടെ കൊടാരക്കര തമ്പുരാന്റെ ദിനത്തിലെ ഉത്രട്ടാതി മഹോത്സവം ഇന്ന് കൊടിയേറി 7 ദിവസം കൊണ്ട് അവസാനിക്കുകയാണ്. കൂടുതൽ സമയം കൂടുതലും കാര്യങ്ങളെല്ലാം നടക്കേണ്ടതുകൊണ്ട് ഈ തിരുവോത്സവത്തിന് ഈ സാംസ്കാരിക സന്ദർഭത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഒറ്റവാദത്തിൽ നിർത്തുന്നു. നമസ്കാരം.